Dear students, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എത്തിക്സ്. എത്തിക്സിന്റെ ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും. ചെറിയ ക്ലാസ്സിൽ എന്നല്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ്. എന്നാലും നമുക്ക് സിലബസിന്റെ ഭാഗമാണ്. ജസ്റ്റ് നമുക്ക് അതൊന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്, എത്തിക്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ബിസിനസ് എത്തിക്സ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് ആരാണോ ഫോളോ ചെയ്യേണ്ടത് അവര് ഫോളോ ചെയ്യുന്നതിലൂടെ നല്ലൊരു രീതിയിലുള്ള ഒരു ബിസിനസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക, ഗുഡ് സോഷ്യൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് ടു കണ്ടക്ട് ബിസിനസ് ഇൻ എ ഗുഡ് ആൻഡ് അതർ റൈറ്റിയസ് മാനർ. According to Peter Tackley, business ethics has twofold objective. First one is it evaluate human practice by calling upon moral standard. It may give prescription advice on how to act morally in a specified kind of situation. ചില വ്യക്തികള് നമ്മൾ കണ്ടിട്ടുണ്ട്, ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ അവർ ആകെ ഇറിറ്റേറ്റഡ് ആവും. എന്താ പറയുക, എന്താ ചെയ്യാന്നൊന്നും അറിയാത്തൊരവസ്ഥ. അത് വളരെ മോശം ക്യാരക്ടറാണ്. നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്കതൊരു വിഷമം ഉണ്ടാക്കുന്ന പലരും ചിന്തിക്കുന്നില്ല, അല്ലെ? അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ, മോശം സിറ്റുവേഷനിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ബിസിനസ്മാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ സക്സസ് നിൽക്കുന്നത്. എപ്പോഴും ഒരു എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം നമ്മുടെ ലൈഫിലും ബിസിനസ്സിലും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്, ആ ഒരു സിറ്റുവേഷൻ നാം ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസിന്റെ സക്സസ് ആയാലും നമ്മുടെ ലൈഫിന്റെ സക്സസ് ആയാലും നിലനിൽക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് നല്ല രീതിയിലായിരിക്കണം, മോറൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ. Ethical analysis and ethical diagnosis is past event happenings, clarifying the standard, uncover the moral value, habit of thought. Ethics provide rational method for answering present situation and related future issue. എത്തിക്സിൽ നമ്മൾ പറയുന്നത് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ വളരെ റാഷണലായി എന്ന് പറഞ്ഞാൽ എന്താ, വളരെയധികം ചിന്തിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുക. ഇമോഷണൽ അല്ലാതെ, റാഷണൽ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇമോഷണൽ, അല്ലെ? ഇമോഷണൽ ആവാതെ വളരെ വിവേകത്തോടുകൂടി ചിന്തിച്ച് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യുക. അത് ഇപ്പോഴേക്കും ഭാവിയിലേക്കും നമുക്ക് ഉപകാരപ്രദമാവും എന്നുള്ളതാണ്. Well equipped information is must to achieve this sound objective. A careful assessment of the relevant information will lead to balanced judgment. അപ്പോൾ നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ ഏറ്റവും നല്ല രീതിയിലാവുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ. എന്തിന്? ടു എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. നെക്സ്റ്റ് പറയുന്നു അപ്രോച്ചസ് ടു റിസോൾവ് എത്തിക്കൽ ഡിലൈമാസ്. ഇറ്റ് പ്രൊവൈഡ് therapeutic advice when facing the present dilemma and future danger. അതായത് തെറാപ്പി, അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറിച്ച് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനും ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കുക. ഓൺലി ദ കണ്ടീഷൻസ് വിച്ച് റിക്വയർ എ ട്രൂ ഐഡന്റിഫിക്കേഷൻ ഓഫ് റെലവന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എ ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്രൂഷ്യൽ ഇഷ്യൂസ് അറ്റ് സ്റ്റേക്ക്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നമ്മൾ സ്ഥാപനവുമായി ഏറ്റവും ബന്ധമുള്ള ആൾക്കാർ, അങ്ങനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയാ. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ, ഒരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ക്രൂഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ഡീൽ ചെയ്യാനുമാണ് നമ്മൾ എന്ത് ഫോം ചെയ്യേണ്ടത്? ബിസിനസ് എത്തിക്സ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് 1 by 1 ആയിട്ട് 12 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ ആണ്. രണ്ടാമത്തെ കാര്യം ഇറ്റ് ഈസ് എൻ ആർട്ട്, സയൻസ് ആൻഡ് ബോത്ത്. ബിസിനസ് എത്തിക്സ് ഒരു ആർട്ടാണ്, സയൻസ് ആണ്,
നമ്മൾ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ മാനേജ്മെന്റ് ആർട്ടാണ് സയൻസ് ആണ് ബോത്ത് രണ്ടും കൂടിയാണ് സയൻസും ആർട്ടും കൂടിയാണ് എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം സ്ഥാപനത്തിനോടും സൊസൈറ്റിയോടും സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ഇല്ലാച്ചാല് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കില്ല. അത് പഠിക്കേണ്ട ആ വ്യക്തിയുടെ സ്വഭാവം പഠിക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ സയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സമൂഹം എന്താണ്, ജനങ്ങളുടെ മൈൻഡ് എന്താണ് എന്ന് പഠിക്കലാണ്, അതുകൊണ്ടാണ് അതിനെ സയൻസ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടാണ്, രണ്ടും കൂടിയാണ്. ഡൈനാമിക് പറയുമ്പോൾ എന്താ, ഇടയ്ക്കിടയ്ക്ക് റൂൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ മാറി മാറി വരും. പണ്ടത്തെ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ ഇന്നത്തെ കുട്ടികളോട് സംസാരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്താഗതി. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് സ്റ്റുഡൻസിന്റെ ബിഹേവിയർ ആയാലും വ്യക്തികളുടെ ബിഹേവിയർ ആയാലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ബിഹേവിയർ ആയാലും ചിന്താഗതികളായാലും മാറി വന്നു. അതുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ആ സിറ്റുവേഷനെ ആപ്റ്റാവുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ആൻഡ് ancient concept പറയുമ്പോൾ its origin is mainly concerned with the development of human civilization. ഇങ്ങനെ ഒരു എത്തിക്സ് നിലനിൽക്കുന്ന കാലം എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ നിലനിന്ന് പോന്നിരുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇന്ന് അതിനെ ഒരു തിയററ്റിക്കലായി മാറ്റി എന്നർത്ഥം. ഇനി പറയുന്നു തിയോളജിക്കൽ ബേസിസ്. അതായത് the base of business ethics is theology. Business ethics become possible due to theological principles such as sincerity, human welfare, service, good behavior. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. സിൻസിയറിറ്റി പറയുമ്പോൾ എന്താ, ആത്മാർത്ഥമായി, അതുപോലെ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്, സർവീസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഗുഡ് ബിഹേവിയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. സ്റ്റഡി ഓഫ് 2 F വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. നമ്മുടെ ഗോൾ എന്താണോ, നമ്മൾ എന്താണോ മീൻ ചെയ്യുന്നത് അതിലേക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. ശരിയല്ലേ? അടുത്തത് ബേസ്ഡ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റം. നമ്മുടെ സൊസൈറ്റിയുടെ സോഷ്യൽ റിയാലിറ്റി, നമ്മുടെ സൊസൈറ്റിയുടെ കസ്റ്റം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളൊരു വ്യക്തിയായിട്ട് എങ്ങനെയാണ് അടുപ്പം വരുന്നത്, അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്താഗതികളും നമ്മുടെ ചിന്താഗതികളും ഏകദേശം ഒരേപോലെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അതിപ്പോ എന്തായാലും അപ്പൊ അതുപോലെ ഒരു സോഷ്യൽ റിയാലിറ്റി കസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഹ്യൂമൻ ആസ്പെക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ബിക്കോസ് ബിസിനസ് എക്സിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. നമ്മുടെ എവിടെയൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ, എവിടേക്കൊക്കെ നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഫലമായിട്ട് പ്രൊഡക്റ്റ് വ്യാപിക്കുന്നുണ്ടോ, മൊത്തം ഗ്ലോബലി യൂണിവേഴ്സൽ ആയിട്ട് ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ഈ ക്യാരക്ടർ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെവലപ്പ് പേഴ്സണൽ ഡിഗ്നിറ്റി, ഡിഫർ വിത്ത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആൻഡ് കീപ് ഹാർമണി. ഓക്കെ, അപ്പൊ ഇത്രയും 12 പോയിന്റ്സ് ബിസിനസ് എത്തിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, താങ്ക് യു.